നമസ്കാരം. ദയാവധം നിയമപരമാക്കുന്നത് സംബന്ധിച്ച ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ ഇരിക്കുകയാണ്. ഈ മാസം 29-നാണ് ഇത് സംബന്ധിച്ച ചർച്ച പാർലമെൻറ്റിൽ നടക്കുന്നത്. വളരെ വിശദമായ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഈ ബില്ല് പാസ്സാക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് ബ്രിട്ടനിലെ പാർലമെൻറ്റ് അംഗങ്ങൾ. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ദയാവധത്തിന് ഒരുങ്ങിയ ഒരു ഡച്ച് യുവതിയുടെ കഥയാണ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ലോകമെമ്പാടും ചർച്ചയാകുന്നത്. ദയാവധം ബ്രിട്ടൻ നിയമപരമാക്കുന്ന ചർച്ചകൾ നടക്കുന്ന വേളയിലാണ് ഈ കഥ വീണ്ടും പലരും ഇപ്പോൾ പുറത്തുവിട്ടത് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. അനാരോഗ്യവും മാനസിക പ്രശ്നങ്ങളും കാരണമാണ് യുവതി ദയാവധത്തിന് അപേക്ഷ നൽകിയത്. സ്വന്തം കുടുംബത്തെയും നിയമ സംവിധാനങ്ങളെയും തൻ്റെ ദുരവസ്ഥ ബോധ്യപ്പെടുത്താൻ യുവതി അലഞ്ഞു തിരിഞ്ഞത് 4 വർഷമായിരുന്നു. ഒടുവിലെല്ലാം ശരിയായി മരണമെത്തുന്നതിന് തൊട്ട് മുമ്പ് യുവതിയുടെ മനസ്സ് മാറുകയായിരുന്നു. ദയാവധം നടപ്പിലാക്കാനുള്ള കുത്തിവയ്പ് എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പെൺകുട്ടി മരിക്കാനുള്ള തീരുമാനം മാറ്റിയത്. കുട്ടിക്കാലത്തുണ്ടായ പീഡനത്തിൻ്റെ ഫലമായി യുവതി കടുത്ത വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. മാത്രമല്ല ഭക്ഷണകാര്യങ്ങളിലൊക്കെ തന്നെ താല്പര്യം ഇല്ലാതായതും യുവതിയുടെ മാനസിക സംഘർഷത്തിന് ആക്കം കൂട്ടിയിരുന്നു. റോമി എന്ന ഈ 22-കാരി 18 വയസ്സ് മുതൽ തന്നെ തനിക്ക് ദയാവധം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ കയറി ഇറങ്ങുന്നത് പതിവാക്കിയിരുന്നു. ഡോക്ടർമാരുമായും ഉദ്യോഗസ്ഥന്മാരുമായും സ്വന്തം വീട്ടുകാരുമായും എല്ലാം തന്നെ വളരെ വിശദമായ ചർച്ചയാണ് ഈ യുവതി നടത്തിയത്. ഡച്ച് നഗരമായ ലീഡനിലെ ഒരു ആശുപത്രിയിലാണ് ദയാവധത്തിനായി യുവതിയെ പ്രവേശിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ജൂണിലാണ് റോമിയുടെ ദയാവധം നടപ്പിലാക്കേണ്ടിയിരുന്നത്. ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് റോമി തനിക്കായി ഒരുക്കിയ ശവപ്പെട്ടിയും മരണശേഷം ധരിക്കാനുള്ള വസ്ത്രവുമെല്ലാം കണ്ടിരുന്നു. ലൈവ് സക്സ് എന്ന ആലേഖനം ചെയ്ത ടീഷർട്ടാണ് മരണശേഷം റോമിയുടെ ശരീരത്തിൽ ധരിപ്പിക്കാനായി തയ്യാറാക്കിയിരുന്നു. തുടർന്ന് സിറിഞ്ചുമായി എത്തിയ ഡോക്ടർ റോമിയോട് പറഞ്ഞു, ആദ്യ കുത്തിവയ്പ്പ് നിങ്ങളുടെ സിരകളെ മരവിപ്പിക്കും, രണ്ടാമത്തെ കുത്തിവയ്പ്പ് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നിർത്തും, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മരണത്തിലേക്ക് എത്തും എന്നാണ്. കുത്തിവയ്പ്പ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ റോമിയോട് ചോദിച്ചത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയല്ലേ എന്നാണ്. അതായത് നിങ്ങൾ ദയാവധത്തിന് പൂർണ്ണമായും സമ്മതം നൽകിയിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. ഇത് ദയാവധം സ്വീകരിക്കുന്നവരോട് പതിവായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവരുടെ രാജ്യത്താകട്ടെ ഇത് നിയമത്തിൻ്റെ ഭാഗവുമാണ്. പെട്ടെന്നാണ് റോമിക്ക് ഒരു പുതിയ ചിന്ത ഉണ്ടായത്. തൊട്ടരികിൽ അവരുടെ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ദയാവധം വേണ്ട എന്ന് പെട്ടെന്ന് റോമി ഡോക്ടറോട് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞ് പിന്നീട് റോമി ഒരു പ്രാവശ്യം കൂടി ദയാവധത്തിന് അപേക്ഷിച്ചുവെങ്കിലും കൃത്യമായ കൗൺസിലിങ്ങും മറ്റും കാരണം അവർ പൂർണ്ണമായും മനസ്സ് മാറ്റുകയായിരുന്നു. അങ്ങനെ ദയാവധത്തിനുള്ള തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറുകയായിരുന്നു. ഇപ്പോൾ റോമി റോട്ടർഡാമിൽ ഒരു വിദ്യാർത്ഥിനിയാണ്. വിദ്യാഭ്യാസ മേഖലയിലാണ് ഇപ്പോൾ റോമി ഉപരിപഠനം നടത്തുന്നത്. ദയാവധത്തിനായി വാദിക്കുന്നവരുടെ മുന്നിൽ റോമിയുടേത് മാതൃകാപരമായ ഒരു സംഭവമാണ്. 4 വർഷം ദയാവധത്തിനായി കയറി ഇറങ്ങി നടന്ന റോമി മരണം മുന്നിലെത്തിയ നിമിഷം മനസ്സ് മാറ്റിയത് നല്ല സൂചനയായിട്ടാണ് പലരും കാണുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ മാസം 29-നാണ് ദയാവധം സംബന്ധിച്ച ചർച്ച നടക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇത് നിയമവിധേയമാണ്. മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളിലും ദയാവധം അവിടുത്തെ പാർലമെൻറ്റ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരമായ രോഗം ബാധിച്ച് മരണം കാത്തുകിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ദയാവധം ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ റോമിയുടെ കഥ നമ്മൾ അറിയുമ്പോൾ ഇത് അവസാന നിമിഷം ഒരുപക്ഷെ മരണമെത്തുന്ന സമയത്ത് രോഗികളുടെ മാനസികാവസ്ഥയിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അർബുദമൊക്കെ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായ രോഗികളെ സംബന്ധിച്ച് ദയാവധം ആശ്വാസകരമായ ഒരു കാര്യമാണ്. എങ്കിലും റോമി പോലെയുള്ള വളരെ പ്രായം കുറഞ്ഞ അത്ര മാരകമായ അസുഖങ്ങളൊന്നും ഇല്ലാത്ത മാനസിക സംഘർഷങ്ങളുടെ ഫലമായി ആരോഗ്യം തകരാറിലായ ആളുകളെ സംബന്ധിച്ച് കൃത്യമായ കൗൺസിലിങ്ങിലൂടെയും മറ്റും അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഈ സംഭവം ഇപ്പോൾ തെളിയിക്കുന്നത്.